KSUക്കാരനായാണ് PV അൻവർ രാഷ്ട്രീയം തുടങ്ങിയത്. യൂത്ത് കോൺഗ്രസിലൂടെ ഉയർന്ന് കോൺഗ്രസായി. പിന്നെ അദ്ദേഹം DIC-കാരനായി, CPIM അനുഭാവിയായി, MLA ആയി, അവരുടെ സൈബർ പടയുടെ കടന്നൽ രാജാ പോലുമായി. ഒടുവിൽ ഉടക്കി പുറത്തു വന്ന് നിലമ്പൂർ മാർക്ക് DMK എന്നൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ നോക്കി തോറ്റു. അതും കഴിഞ്ഞ് തൃണമൂൽ കോൺഗ്രസിലെത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ തൃണമൂൽ വിട്ടുവന്നാൽ കസേര തരാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നതും നിർണായകമായതും ഇടതുപാളയത്ത് എത്തിയപ്പോഴായിരുന്നു. അതിന്റെ ഹാങ് ഓവറിലാണ് ഇപ്പോഴും അൻവറിന്റെ കളി. തൃണമൂൽ വിട്ട് വീണ്ടും കൈപിടിക്കുമോ അൻവർ, അതോ CPIM-നെ വെല്ലുവിളിച്ച് രാജിവെച്ച സീറ്റിൽ ഒറ്റയ്ക്ക് പൊരുതാൻ ഒന്നുകൂടി തീരുമാനിക്കുമോ? ആദ്യം നോക്കാം RDX റാപ്പ് 59 സെക്കൻഡിൽ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനൊപ്പം UDF ഘടകകക്ഷിയാകാനുള്ള തീവ്ര ശ്രമമാണ് തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നത്. ഇതിനായി കോൺഗ്രസ് നേതാക്കളെയും മുസ്ലിം ലീഗ് നേതാക്കളെയുമെല്ലാം PV അൻവർ നേരിട്ട് പോയി കണ്ടു. അപ്പോഴാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. ദേശീയ തലത്തിൽ പാർട്ടിക്കൊപ്പമല്ലാത്ത തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കേണ്ടെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. ഇതോടെ അൻവർ ശരിക്കും വെട്ടിലായി. UDF ഭാഗമാക്കിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ഗൗരവമായി ആലോചിക്കുമെന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കിയാൽ മാത്രമേ PV അൻവറിന് സ്വാധീനമുള്ള നിലമ്പൂർ മണ്ഡലം UDF-ന് അനുകൂലമാകൂവെന്നും അൻവറിനോട് ചേർന്ന് നിൽക്കുന്നവർ പരസ്യമായി പറയുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനത്തിൽ AICC-യുടെ അനുമതിയോടെ മാത്രം തീരുമാനമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് വ്യക്തമാക്കിയത്. PV അൻവറിന്റെ നിർദ്ദേശം മറികടന്ന് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിൽ പ്രാഥമിക ധാരണയുമായി. ഷൗക്കത്തിന് അനുകൂല ഘടകമായത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. നോക്കാം നിലമ്പൂരിൽ എന്ത് കളിയാണ് നടക്കുന്നത്. കുടുംബവും വേരുകളും കോൺഗ്രസിലാണ് PV അൻവറിന്റെ. PV അൻവർ എടവണ്ണയിലെ പരമ്പരാഗത കോൺഗ്രസ് കുടുംബാംഗമാണ്. യൂത്ത് കോൺഗ്രസ് മലപ്പുറം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. K കരുണാകരനും K മുരളീധരനുമൊപ്പം DIC-യിലേക്ക് ചേക്കേറുകയും ചെയ്തു. കരുണാകരൻ കോൺഗ്രസിലേക്ക് തിരിച്ചുപോയെങ്കിലും അന്ന് അൻവർ തിരിച്ചുപോയില്ല. പിന്നീട് സ്വതന്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയാണ് PV അൻവർ ചെയ്തത്. 2011 ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് പരാജയപ്പെട്ടു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് സ്വതന്ത്രനായി മത്സരിച്ച് പരാജയപ്പെട്ടു. പിന്നീട് ഇടത്തോട്ട് തിരിയുന്ന അൻവറിനെയാണ് നമ്മൾ കാണുന്നത്. 2011 ഏറനാട് അൻവർ മത്സരിച്ചപ്പോൾ CPI സ്ഥാനാർത്ഥിയെ തള്ളി CPIM രഹസ്യമായി PV അൻവറിനെ പിന്തുണച്ചു എന്നതുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ പ്രാദേശികമായി ആ നിലയ്ക്ക് തന്നെയാണ് വോട്ട് ശതമാനം നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. 2016 നിലമ്പൂരിൽ ഇടത് സ്വതന്ത്രനായി ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച് UDF-ന്റെ കുത്തക അവസാനിപ്പിച്ചു. 2019 പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2021 VV പ്രകാശിനെ പരാജയപ്പെടുത്തി നിലമ്പൂരിൽ വിജയം ആവർത്തിച്ചു. പിന്നീട് ഇടത് സൈബർ പോരാളികൾക്കിടയിൽ അൻവർ അറിയപ്പെടുന്നത് കടന്നൽ രാജ എന്നാണ്. അംഗത്വം എടുത്തില്ലെങ്കിലും പാർട്ടി ദൗത്യങ്ങൾ നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു PV അൻവർ. സോഷ്യൽ മീഡിയയിൽ ഏത് നിലവാരത്തിലും മറുപടി നൽകാൻ മടിക്കാത്തയാളായിരുന്നു അന്ന് MLA ആയിരുന്ന PV അൻവർ. നിലമ്പൂർ നഗരസഭാ ഭരണം LDF പിടിച്ചെടുത്തത് അൻവറിന്റെ നേതൃത്വത്തിലാണ്. പിന്നീട് സ്വർണ്ണക്കടത്ത്, ADGP MR അജിത് കുമാർ, P ശശി തുടങ്ങിയ കുറേ വിഷയങ്ങൾ ഇതെല്ലാം തന്നെ PV അൻവർ അവതരിപ്പിച്ചതുമാണ്. ഈ വിഷയങ്ങളിലെല്ലാം CPIM-നോട് തെറ്റി. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് നിരന്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്തി. 2024 സെപ്റ്റംബർ 26 ഇടതുമുന്നണി വിടുന്നതായി PV അൻവർ പ്രഖ്യാപിച്ചു. 2025 ജനുവരി 13 MLA സ്ഥാനം രാജിവെച്ചു. സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. പിന്നീട് DMK-യുമായി വരികയായിരുന്നു അൻവർ. 2024 ഒക്ടോബറിൽ അൻവറിന്റെ പുതിയ പാർട്ടി DMK, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ ആണ് ആ പാർട്ടി വന്നത്. തമിഴ്നാട്ടിലെ DMK-യുമായി ചേർന്ന് പ്രവർത്തിക്കാനായിരുന്നു ആദ്യത്തെ ശ്രമം. ആ നീക്കം തുടക്കത്തിലെ പാളി. CPIM-മായി നല്ല ബന്ധം തുടരുന്ന DMK അൻവറിനെ പാർട്ടിയിലെടുക്കാൻ തയ്യാറായില്ല. ഇതോടെ മറ്റ് ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാകാനുള്ള സജീവ ചർച്ചകൾ ആരംഭിച്ചു. ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലാണ്. 2025 ജനുവരി മുതലാണ് PV അൻവർ തൃണമൂൽ കോൺഗ്രസിനൊപ്പം എത്തിയത്. ബംഗാളിലെത്തി മമതാ ബാനർജിയെ കണ്ടു. അഭിഷേക് ബാനർജിയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. കേരളത്തിലെ തൃണമൂൽ നേതൃത്വം തള്ളിപ്പറഞ്ഞെങ്കിലും അവരെ ഒതുക്കി. നിലമ്പൂരിലെ MLA ഓഫീസ് തൃണമൂൽ മണ്ഡലം കമ്മിറ്റി ഓഫീസാക്കി മാറ്റി. ഇപ്പോൾ
അൻവർ തൃശങ്കുവിലാണോ എന്നതാണ് സംശയം. തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ എടുക്കണമെന്ന് PV അൻവർ ആവശ്യപ്പെടുന്നു. ദേശീയ തലത്തിൽ കൂടെയില്ലാത്ത പാർട്ടിയെ എടുക്കേണ്ട എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു. അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ നിർണായക ചർച്ച ബുധനാഴ്ച നടക്കാനിരിക്കുകയാണ്. നിലമ്പൂരിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് PV അൻവർ ആവശ്യപ്പെടുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിൽ പ്രാഥമിക ധാരണയുണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വിവരം. അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. സനീഷേ, ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അൻവറിലേക്ക് കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് UDF-ലാണ് ആദ്യഘട്ട ചർച്ചകളെല്ലാം നടക്കുന്നത്. മാത്രമല്ല PV അൻവറിനെ എങ്ങനെ ഉൾക്കൊള്ളണം, അതോ ഉൾക്കൊള്ളണോ എന്നൊക്കെയുള്ള സംശയം നിൽക്കുന്നത് കൊണ്ട് ആ ചർച്ച അങ്ങനെ പുരോഗമിക്കുകയാണ്. എന്ത് തോന്നുന്നു? നിലമ്പൂരിൽ എന്ത് സംഭവിക്കും? അൻവറിന് എന്ത് സംഭവിക്കും? അതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് PV അൻവറിനെയാണ് ആദ്യമായിട്ട് പ്രധാനമായിട്ട് RDX ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിലമ്പൂരിൽ പ്രധാനപ്പെട്ട വിഷയമാണ് അൻവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിപ്പോൾ അവിടെ UDF-നും കോൺഗ്രസിനും പ്രതിസന്ധിയുണ്ട്, ഇപ്പോൾ അൻവറിനും പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ആരുടെ പ്രതിസന്ധിയാണ് വലുത് എന്ന് ചോദിച്ചാൽ അൻവറിൻ്റെ ആണെന്നാണ് ഞാൻ കാണുന്നത്. കാരണം കോൺഗ്രസിന് പ്രശ്നമുണ്ട് അവിടെ. അതായത് അൻവറിനെ അങ്ങ് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുക എളുപ്പമല്ല. നിലമ്പൂരാണ് അൻവറിന് അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ ഇപ്പോഴുമുണ്ട്. അവിടെ വലിയ വെല്ലുവിളികൾക്കകത്ത് നിന്ന് പ്രവർത്തനം നടത്തി ജയിക്കുകയും മറ്റും ചെയ്ത ആളാണ് അൻവർ. അതുകൊണ്ട് ഇപ്പോഴും അൻവറിനെ പൂർണ്ണമായിട്ടും പിണക്കിയിട്ട് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്നൊരു പ്രതിസന്ധി നിശ്ചയമായിട്ടും കോൺഗ്രസിനും UDF-നും മുന്നിലുണ്ട്. പക്ഷേ അൻവർ പറഞ്ഞ ആളെ സ്ഥാനാർത്ഥിയാക്കിയാൽ, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് അല്ലാത്ത ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ഇത് അൻവറിന് വഴങ്ങിയിട്ടാണ് കോൺഗ്രസ് അത് ചെയ്തത് എന്ന് വരും. VD സതീശനെ പോലെ ഒരാൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളെ സമ്മതിക്കും, അല്ലെങ്കിൽ അങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നലുള്ള ആളുകളാണ് അവർ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ അൻവറിൻ്റെ പ്രതിസന്ധി വലുതാകുന്നത് ഇതിപ്പോൾ അൻവറിനെ ധിക്കരിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തുമായിട്ട് മുന്നോട്ട് പോയാൽ, സ്ഥാനാർത്ഥിയായിട്ട് പോയാൽ കോൺഗ്രസ് ജയിക്കാനൊക്കെ സാധ്യതയുള്ള മണ്ഡലമാണല്ലോ അവിടെ. ആര്യാടൻ ഷൗക്കത്തും അത്യാവശ്യം തിരക്കേടില്ലാത്ത മണ്ഡലത്തിൽ നല്ല പിടിപാടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിജയം ഉണ്ടാവുക എന്നത് അസാധ്യമായ കാര്യമൊന്നുമല്ല. ആര്യാടൻ ഷൗക്കത്ത് പക്ഷേ അൻവറിന് വലിയ ശത്രുതയുള്ള ആളാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പരസ്യമായിട്ട് തന്നെയും VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് അദ്ദേഹം ആവർത്തിച്ച് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതും ഈ പ്രതിസന്ധികൾക്കൊക്കെ കാരണമായിരിക്കുന്നതും ഇദ്ദേഹത്തോടുള്ള ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇദ്ദേഹം മുടക്കിയിട്ട് പ്രത്യേക സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് വോട്ട് ഭിന്നിച്ച് ഇനി മറ്റു വല്ലതും സംഭവിച്ചാൽ ആ തിരിച്ചടിയും യഥാർത്ഥത്തിൽ ആർക്കാണ്? PV അൻവറിനാണ് അതിൻ്റെ ദോഷം ഉണ്ടാവുക. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിണറായി വിജയൻ ഒരു പാഠം പഠിപ്പിക്കുക എന്നതാണ് പ്രാഥമികമായിട്ടുള്ള PV അൻവറിൻ്റെ ലക്ഷ്യം, അല്ലേ? ആദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അദ്ദേഹത്തിൻ്റെ ഹോം ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് ഈ കരുത്ത് കാണിച്ചു കൊടുക്കേണ്ടത് പ്രത്യേകിച്ചും വ്യക്തിപരമായിട്ട് പിണറായി വിജയനാണ്. പക്ഷേ അതിലൊരു വീഴ്ച വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതൊരു സാഹചര്യത്തിൽ അവിടെ ജയിച്ചു പോകുന്ന സാഹചര്യം മറ്റും ഉണ്ടായാൽ അത് ഏറ്റവും വലിയ തിരിച്ചടി കോൺഗ്രസിനോ UDF-നോ ആയിരിക്കില്ല, PV അൻവറിന് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പരിഹരിക്കാനായിരിക്കും അൻവർ ശ്രമിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പരിഹാരം അത്രയ്ക്ക് എളുപ്പമാവുകയില്ല. ഇതിപ്പോൾ PV അൻവർ എപ്പോഴും രാഷ്ട്രീയ ട്വിസ്റ്റുകളുടെ രാജകുമാരനാണ് എന്ന് വേണം വിചാരിക്കുക. രാഷ്ട്രീയ ട്വിസ്റ്റുകൾ ഇങ്ങനെ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. കോൺഗ്രസ്സുകാരനായിട്ട് തുടങ്ങുക, DAC-യിൽ പോവുക, എല്ലാവരും തിരിച്ചിങ്ങോട്ട് പോകുന്നപ്പം അവിടെ തന്നെ നിൽക്കുക, എന്നിട്ട് വീണ്ടും ഇടതുപക്ഷത്തേക്ക് പോവുക. എന്ന് മാത്രമല്ല, നിൽക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള വക്താവായിട്ടാണല്ലോ അദ്ദേഹം നിൽക്കുക. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി പറഞ്ഞ സമീപകാലത്തിന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ട് ചേർത്ത് വെച്ചിട്ടൊക്കെയാണ്. ഞാനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടും ഹൃദയത്തിൽ നിന്ന് എടുത്തിട്ടും ഇനി ഒരിക്കലും തിരുത്തേണ്ടി വരില്ല, മറിച്ചതൊരു സിറ്റുവേഷൻ നാളെ ഉണ്ടായാൽ എന്താ ചെയ്യുക എന്ന മുൻ ആലോചനകളില്ലാതെ അതിശക്തമായിട്ട്, എന്ന് വെച്ചാൽ അപ്പോൾ നിൽക്കുന്നത് എവിടെയാണോ ആ നിൽക്കുന്ന സ്ഥലത്തെ ഏറ്റവും തീവ്രമായിട്ട് വാദിക്കുന്നയാളായിട്ട്, ആ പക്ഷത്തിന് വേണ്ടി വാദിക്കുന്നയാളായിട്ട് നിൽക്കുന്നയാളാണ് ഇദ്ദേഹം. പക്ഷേ അപ്പോൾ തന്നെ നേരെ ട്വിസ്റ്റ് അടിച്ച് പോകാനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. ഈ പറഞ്ഞ ട്വിസ്റ്റെല്ലാം അദ്ദേഹം നടത്തിയിട്ട് ഇനിയും അദ്ദേഹം അങ്ങനെ വല്ല ട്വിസ്റ്റും എടുക്കുമോ, ആകെപ്പാടെ വിചിത്രമായിട്ട് നമ്മളിപ്പോൾ ആലോചിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ വരുമോ എന്നൊക്കെ വേണമെങ്കിൽ സംശയിക്കാം. ഈ എല്ലാ അർത്ഥത്തിലും നിർണായകമാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് അദ്ദേഹം കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആര്യാടൻ മുഹമ്മദ് മുമ്പ് ഇടതുമുന്നണിക്കൊപ്പം പോയിട്ടുള്ളയാളാണ്, മത്സരിച്ച് വിജയിച്ചിട്ടുള്ളയാളാണ് നിലമ്പൂരിൽ തന്നെ. ഇടതുമുന്നണിക്ക് അങ്ങനെ ഒരു വിമതനെ ജയിപ്പിക്കാനുള്ള കെൽപ്പുള്ള മണ്ഡലവുമാണ് നിലമ്പൂർ. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങാനും ഇനി ആര്യാടൻ ഷൗക്കത്ത് പിണങ്ങി ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് അവിടെ ഒരു മത്സരം ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാവുമോ എന്ന ഭയമാണ് കോൺഗ്രസിനെ ഈ ചർച്ചകളിലെല്ലാം ആദ്യം തന്നെ പിന്നോട്ട് വലിക്കുന്നത്. മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയാവുന്ന സാഹചര്യം ഉണ്ടായാൽ ആര്യാടൻ ഷൗക്കത്ത് അതെങ്ങനെ എടുക്കും എന്നുള്ളത്. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം, 2026 മാത്രം വേണം കോൺഗ്രസ് ആലോചിക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2026 അധികാരം പിടിക്കണമെങ്കിൽ ചെറുതല്ലാത്ത പോരാട്ടം കോൺഗ്രസ് നടത്തേണ്ടി വരും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മളിപ്പോൾ 2011 പാറ്റേൺ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ കഷ്ടിയാണ്.
കോൺഗ്രസ് ജയിച്ചു വരുന്നത്. 2011 വലിയ ഭൂരിപക്ഷത്തിലല്ല കോൺഗ്രസ് കേരളത്തിൽ അധികാരം പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം 2016 അതിന് പിന്നീട് നടന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ ഒക്കെ കോൺഗ്രസിന് പിന്നീട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ വലിയ പോരാട്ടം നടത്തണം. ആ പോരാട്ടത്തിന് ആവനാഴിയിൽ പരമാവധി ആയുധങ്ങൾ കരുതണം. അവിടെ കൊള്ളാവുന്ന ഒരു ആയുധമാണ് PV അൻവർ. അപ്പോൾ അൻവറിനെ ഒപ്പം നിർത്തുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന് നല്ലത്. പക്ഷേ അത് എങ്ങനെ വേണം എന്നുള്ളത് കോൺഗ്രസ് ആലോചിച്ച് തീരുമാനിക്കേണ്ടി വരും. കുറഞ്ഞ കാലം, അതായത് ഒരു 3-4 മാസം PV അൻവർ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ കത്തി നിന്നിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പോൾ കത്തി തീർന്നൊരു മേശപ്പൂ പോലെ തോന്നുന്നു അൻവറിൻ്റെ പ്രകടനം കാണുമ്പോൾ. മങ്ങി നിറം കെട്ട് പോയിരിക്കുന്നു അൻവറിൻ്റെ ഇപ്പോഴത്തെ പരിവേഷം. കേരള രാഷ്ട്രീയത്തിൽ അനുദിനം പ്രസക്തി നഷ്ടപ്പെടുന്ന നേതാവായി അൻവർ മാറി എന്നത് നമുക്ക് സങ്കടകരമെങ്കിലും പറഞ്ഞു പോയേ മതിയാവൂ. മുഖ്യമന്ത്രി പിണറായി വിജയനോട് നേർക്ക് നേർ മുട്ടാൻ നോക്കി ഇടതുപക്ഷത്ത് നിന്ന് പുകഞ്ഞു പുറത്തായി. നിലമ്പൂരിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിഹാസത്തോടെയും പരമപുച്ഛത്തോടെയും മാത്രമേ അൻവറിനെ ഓരോ ഘട്ടത്തിലും പരിഗണിച്ചിട്ടുള്ളൂ. DMKയുടെ പ്രച്ഛന്ന വേഷം അതും തുടക്കത്തിലേ വാളി. തൃണമൂൽ കോൺഗ്രസ് വഴി UDF-ലെത്താനുള്ള കുറുക്കു വഴിയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് പക്ഷേ പൊളിഞ്ഞ മട്ടാണ്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അൻവർ ഇനി എന്താകുമെന്ന് RDX എന്തായാലും പ്രവചിക്കുന്നില്ല. അൻവറിൻ്റെ മനസ്സിൽ എന്താണെന്ന് അൻവറിന് മാത്രമേ അറിയൂ. പക്ഷേ രാഷ്ട്രീയത്തിൽ നിലപാടുകൾ പ്രധാനമാണെന്ന് RDX വിശ്വസിക്കുന്നു. അതില്ലാത്തത് കൊണ്ടാണ് നിലമ്പൂരിലെ ഗർജിക്കുന്ന ഔട്ട്സ്പോക്കൺ നേതാവിൽ നിന്ന് രാഷ്ട്രീയ അഭയാർത്ഥിയായി അദ്ദേഹത്തിന് മാറേണ്ടി വന്നത്.